ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. അതിനൊരു കാരണം ഉണ്ടായി, അതൊരു പോസ്റ്റ് കണ്ടതന്നെയാണ് കേട്ടോ കാരണം. അപ്പോൾ പോസ്റ്റ് സ്ഥിരമായിട്ട് കാണാറുണ്ട്, വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വിടാറൊക്കെ ഉണ്ട്. പക്ഷെ പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്, മറുപടി ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്നത്തെ പോസ്റ്റ് കണ്ടപ്പോൾ എന്തായാലും പറയാതിരിക്കാനൊരു നിവൃത്തിയില്ല. അപ്പോൾ ഇന്ന് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുടിക്കുന്ന വെള്ളത്തിനും നടക്കുന്ന വഴിക്കും ഉടുക്കുന്ന ഡ്രസ്സിനും എഴുതുന്ന പേനക്കും തേക്കുന്ന എണ്ണക്കും കുളിക്കുന്ന സോപ്പിനും ഒക്കെ ചീഞ്ഞ മണമാണെന്ന്, ഇഷ്ടപ്പെടാത്തൊരു മണമാണ്. അതുകൊണ്ട് ആ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആണ് പോസ്റ്റിലെ ആൾ പറയണത്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്നറിയോ, അനക്ക് ചീഞ്ഞ മണത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയണില്ല. അനക്ക് ശവങ്ങളുടെ മരിച്ചാൽ നമ്മുടെ ശരീരം ബോഡി അഴുകിയാൽ വരുന്ന മണം ഉണ്ടല്ലോ, ആ മണമായിരിക്കും നിൻ്റെ വിയർപ്പിന് പോലും. ഞാനതാ പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ദൈവത്തിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ ഒരു പക്ഷേ എവിടെയെങ്കിലും ഒന്ന് തട്ടിയിട്ട് വീഴ്ത്തിയിട്ടിട്ട് അതിനുള്ള തട്ടിയിട്ടിട്ടോ വീഴ്ത്തിയിട്ടിട്ടൊക്കെയാണ് ശിക്ഷ ദൈവം അല്ലെങ്കിൽ അള്ളാഹു കൊടുക്കുക. പക്ഷേ സ്വന്തം മാതാപിതാക്കളെ കാൽച്ചോട്ടിലിട്ടിട്ട് അരച്ച് തേച്ചാലുണ്ടല്ലോ, അതിന് കിട്ടുന്ന ശിക്ഷ ചെറുതൊന്നും ആയിരിക്കില്ല. മനസ്സിലാവണ്ട. അപ്പോൾ അവൾക്ക് വയ്യ, അല്ലെങ്കിൽ ആൾക്ക് വയ്യ, മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ എപ്പോഴും ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഫോട്ടോസ് ഇടുന്നതും ചെയ്യണ്ടേ ചെയ്യാണ്. അത് ചെയ്യാനുള്ള ശരീരത്തിന് സുഖമൊന്നുമില്ല, എന്നാലും ചെയ്യാണ്. ആരാണിപ്പോൾ ഇവളെ നിർബന്ധിക്കുന്നത്? അല്ലെങ്കിൽ ആ വ്യക്തിനെ ആരാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ചിരിച്ചുകൊണ്ട് ഇടാൻ നിർബന്ധിക്കുന്നത്? ആരാണ്? വയ്യെങ്കിൽ ചെയ്യണ്ടല്ലോ ഒരു കാര്യം. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത്, എനിക്ക് വയ്യെങ്കിൽ ഞാൻ ചെയ്യണ്ടല്ലോ. അപ്പം ഇന്നലെ രാവിലെ ഇടേണ്ട വീഡിയോ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യില്ല. ഞാൻ വൈകുന്നേരമായപ്പോൾ എനിക്ക് അതിനുള്ള മൂഡ് വന്ന പിന്നെ അതിനുള്ളൊരു എനർജി വന്നപ്പോൾ ഞാൻ ചെയ്തു. എന്നെ ആരും നിർബന്ധിക്കാനൊന്നും വന്നില്ല. എന്തുകൊണ്ടാണ് ഇടാനൊന്നും ആരും ചോദിക്കാനും വന്നില്ല. എന്താ ഇടാത്തതെന്ന് ചോദിക്കാനും വന്നില്ല. ഒന്നും വന്നില്ല. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് പകുതി തുണി എടുത്തിട്ട് പകുതി തുണി എടുക്കാണ്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടാനൊന്നും ആരും നിർബന്ധിക്കണമെന്നില്ലല്ലോ. ആവതുണ്ടെങ്കിൽ ചെയ്താൽ പോരെ. പിന്നെ ഞാൻ ഈ പറയുന്ന വ്യക്തിനെ ആർക്കെങ്കിലും മനസ്സിലാവുമോ എന്താണെന്നൊന്നും പറയുന്നില്ല. ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല. പിന്നെ പിതാവില്ലാണ്ട് വളർന്നു വന്ന നീയാണ്. ഈ മതം പഠിക്കാത്ത ആളല്ല. മനസ്സിലാവില്ല. മതം പഠിക്കാത്ത ആളല്ല, അല്ലെങ്കിൽ മതം പഠിച്ചത് പോയിട്ടൊരു തറപറ എഴുതി പഠിച്ചിട്ട് പോകുന്നവളല്ല. മതം പഠിക്കാൻ പോയിട്ട് അവിടുന്ന് ഒരു തറപറന്ന് എഴുതിയിട്ട് പഠിച്ചു പോകുന്നവളല്ല. എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ, 8, 9, 10 വരെയൊക്കെ 9, 10 വരെ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. മതം പഠിച്ചിട്ട് വന്ന ഒരാൾ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടുമ്പോൾ സ്വന്തം വാപ്പയില്ലാതെ വളർത്തിക്കൊണ്ട് വന്ന ഉമ്മാനെങ്കിലും അല്ലെങ്കിൽ ആ മാതാവിനെങ്കിലും അല്ലെങ്കിൽ ആ അമ്മയെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പറയാം, എങ്കിലും ഓർക്കണം. മനസ്സിലാവണ്ട. ഇത്
എൻ്റെ സന്തോഷം, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനാണ്. പലരും പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ എന്നെ പ്രസവിച്ച് എൻ്റെ ഉമ്മാൻ്റെ മനസ്സ് തകരുന്നുണ്ടോയെന്ന് കൂടി ഞാൻ നോക്കി. മറ്റുള്ളവരൊക്കെ പൊട്ടും, അനിയത്തിമാർ, ആങ്ങളമാർ, ഭർത്താവ്, മക്കൾ, എല്ലാം അവരൊക്കെ വരും. എന്നെ പ്രസവിച്ച എൻ്റെ എൻ്റെ പിതാവിൻ്റെ ഞാൻ നോക്കില്ല. എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മാൻ്റെ അല്ലെ പിന്നെ മനസ്സ് തകരുന്നുണ്ടോയെന്ന് കൂടി ഞാൻ നോക്കിയിട്ട് വേണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ. മനസ്സിലാവുക? അവർ നമ്മുടെ ഉമ്മ, എൻ്റെ ഉമ്മ എന്നെ അങ്ങോട്ട് പ്രസവിച്ചിട്ട പാട് പശുക്കളും മൃഗങ്ങളൊക്കെ പ്രസവിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടികൾ എനിക്ക് നടക്കുന്നില്ലേ, അതേപോലെ എനിക്ക് നടന്നിട്ടല്ല ഒരു മനുഷ്യക്കുഞ്ഞ് ഉണ്ടാവണത്. മനസ്സിലാവുണ്ടാവും. അവരൊരുപാട് കഴിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒക്കെയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു പറയാൻ നമ്മുടെ നാട്, എൻ്റെ നാവ് പൊന്തുന്ന വരെ ആക്കാൻ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം അതൊക്കെ അവരുടെ കരളിലിട്ട് കുത്തിയിട്ട് അവരുടെ ആ ഒരു ജന്മം കാലിൻ്റെ അടിയിൽ ഞെരിച്ചമർത്തിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ അനക്ക് എൻ്റെ വയർപ്പിന് ഡെഡ് ബോഡി അഴുകിയ മണം തന്നെ ഉണ്ടാവുള്ളൂ. അത് മരണം വരിക. അത് എന്ത് മരുന്ന് കഴിച്ചിട്ടും ഈ ചിരിച്ചോണ്ട് ഫോട്ടോ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടോ ഒന്നും കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ തള്ളയുടെ മനസ്സ് ഇന്ന് ഉരുകുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ശിക്ഷ തന്നെ, അല്ലെങ്കിൽ ഒരു കടുത്ത ശിക്ഷ തന്നെ നമുക്ക് ദൈവം അല്ലെങ്കിൽ കുറച്ചൊരു തരും. എന്നോടിപ്പോൾ രണ്ടും എനിക്ക് പറയേണ്ട അവസ്ഥയാണ്, ദൈവം അല്ലെങ്കിൽ അല്ലാന്ന് പറയേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോൾ വന്നല്ലാണ്ട് ഏതെങ്കിലും ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആയിപ്പോൾ. എൻ്റെ കാര്യം അങ്ങനെ ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ രണ്ടായിട്ട് പറയേണ്ടി വന്നത്. അപ്പോൾ ഡെഡ് ബോഡിയുടെ മണം എനിക്ക് ഉണ്ടാവും. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പോകില്ലെങ്കിൽ അതിൻ്റെ ജന്മം മരിക്കണം, എന്നാലാണ് ആ ഒരു പോവുള്ളൂ. ആ മണം, ചീത്ത മണം എന്ന് പറയണ്ടല്ലോ, അത് പോവുള്ളൂ. അല്ലാതെ അതൊരിക്കലും മരുന്ന് കഴിച്ചത് കൊണ്ടോ ചിരിച്ച് ഫോട്ടോ എടുത്തതുകൊണ്ടോ പാടി തുണി എടുത്ത് ഫോട്ടോ ഇട്ടതുകൊണ്ടൊന്നും അത് പോവില്ല. മനസ്സിലായോ? ഓക്കെ എന്നാൽ കേട്ടോ.